എന്ത് വീഡിയോ നമ്മൾ നോക്കാൻ പോകണത്? നിങ്ങളൊരു FEG യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ FEG വർക്ക് ആവാത്തത്? നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ സിനാരിയോസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് ഫോം ചെയ്തു, ഒരു FEG മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു FEG മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മുടെ SL അടിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് അങ്ങനെയുള്ള സന്ദർഭം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എവിടെ എൻട്രി എടുക്കുക, എവിടെ ടാർഗറ്റ് വെക്കുക, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോണത്. ഒക്കെ വീഡിയോയിലോട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളത് ഗോൾഡിൻ്റെ ഒരു ചാർട്ടാണ്. അതായത് ഗോൾഡിൻ്റെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ ഈ ഒരു ചാർട്ടിൽ ഇവിടെ ഒരു ഈക്വൽ ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മാർക്കറ്റ് ഒരു ബിയറിഷ് സ്ട്രക്ചറാണ് നമുക്കിവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിയറിഷ് സ്ട്രക്ചറിൽ നമുക്കൊരു എൻട്രി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്കൊരു FEG മാർക്കറ്റിൽ വേണം. അതായത് ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ മാർക്കറ്റ് ഒരു സ്ട്രോങ് പുഷ് ഡൗൺ സൈഡിലേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വിത്ത് ആൻ FEG, ഒരു FEG ഉണ്ട്. എന്നിട്ട് നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്കും കാണാൻ പറ്റും. അതായത് കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ്. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറയേണ്ട ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് പറയുന്ന വീഡിയോസിൽ നമ്മൾ പറയേണ്ടത് എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്. ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്കും വന്നിട്ടുണ്ട്, ഒരു FEG ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എന്തായി കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു ഹൈ പ്രോബബിലിറ്റി എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കിയേ. മാർക്കറ്റ് ആസ് സൂൺ ആസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യും, നമ്മുടെ SL പ്ലേസ് ചെയ്യും. ടാർഗറ്റ് ഈ ഒരു ലോയിൽ നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. മാർക്കറ്റ് എന്തുകൊണ്ടാണ് നമ്മുടെ SL അടിച്ചിട്ടുള്ളത്? ഈ ഒരു സിനാരിയോ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോണത്. ഈ ഒരു സിനാരിയോ എന്തുകൊണ്ടാണ് ഈ ഒരു FEG വർക്കായില്ല? ഈ ഒരു FEG ഓർഡർ ബ്ലോക്കും അടുപ്പിച്ച് വന്നിട്ട് ഈ ഒരു FEGയും ഓർഡർ ബ്ലോക്കും അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഹൈ പ്രോബബിലിറ്റിയാണ് നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം മാർക്കറ്റിൽ വന്നിട്ടും നമ്മുടെ SL അടിച്ചിട്ട് മാർക്കറ്റ് പോയിരിക്കണം? അത് നമുക്ക് എന്തുകൊണ്ട് ആയിരിക്കും, എങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, നമ്മൾ എടുത്തുള്ള ഇതിൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 13th ജൂലൈ ആണ്. ഓക്കെ, 13th ജൂലൈ ആണ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഹൈ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 4 hour ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. 4 hour ടൈം ഫ്രെയിമിൽ നമ്മളവിടെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 hour ടൈം ഫ്രെയിമിൽ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എന്ത് കാണാൻ പറ്റും? മാർക്കറ്റ് ഒന്നാമത് ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷനിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓക്കെ, നമ്മൾ എടുത്തിട്ടുള്ളത് 13th ജൂൺ തന്നെയാണ്. 13th ജൂണിലത്തെ ചാർട്ട് തന്നെയാണ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇപ്പുറത്തുള്ളത്. ഓക്കെ, നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു 4 hour ടൈം ഫ്രെയിമിലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വിത്ത് ആൻ FEG. അതായത് മാർക്കറ്റ് ബുള്ളിഷിലോട്ടാണ് പോണത്. മാർക്കറ്റ് ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ആൻ FEG. അത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു FEG മാർക്കറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു FEG ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോകുന്നുള്ളതാണ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ വ്യൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വ്യൂ കിട്ടിയില്ലേ? ഹയർ ടൈം ഫ്രെയിമിൽ FEG അവിടെ ഉണ്ടെന്ന് നമുക്കൊരു വ്യൂ കിട്ടിയില്ലേ? അതിന് ശേഷം നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ പഴയ ചാർട്ട് തന്നെ, പഴയ ആ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ അതേ സംഭവം തന്നെ നമ്മൾ വീണ്ടും എടുത്തിരിക്കുകയാണ്. ആഫ്റ്റർ ഈ ഒരു 4 hour FEG ടാപ്പ് ചെയ്തിട്ട്. പക്ഷേ ഇപ്പം നമുക്ക് എന്താ അറിയാം, ഇവിടെ ഒരു 4 hour FEG ഉണ്ട്. ഈ ഒരു ബ്ലൂ ഷെയ്ഡഡ് ഏരിയ ആണ് 4 hourലെ FEG എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ടുള്ളത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് 4 hour ടൈം ഫ്രെയിമിൻ്റെ ഒരു ഇതില്ല. 4 hour ടൈം ഫ്രെയിമിൻ്റെ ഹൈ ടൈം ഫ്രെയിമിൻ്റെ വ്യൂ നമുക്ക് അപ്പല്ല. നമ്മൾ അപ്പോൾ കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എടുത്തു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിം അനലൈസ് ചെയ്തിട്ട് നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുക? അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് നമുക്ക് ഈ ഒരു മാർക്കറ്റ് ആ ഡൗണിലേക്ക് വന്നത് ആ ഒരു FEG ടാപ്പ് ചെയ്യാനാണ് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം? 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. അതായത് ഈ ഒരു ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട് ഡൗണിലോട്ട് വന്ന് ഈ ഒരു FEG മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വീണ്ടും ആ ഒരു ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് നമുക്ക് എന്ത് വേണം, ആ ഒരു ലോ സ്വീപ്പ് ചെയ്തത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു ലോ സ്വീപ്പ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ് തന്നിട്ടുണ്ടാവണം. അതിവിടെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ് മാർക്കറ്റിൽ തന്നിട്ടുണ്ട്. വിത്ത് ആൻ ഓർഡർ ബ്ലോക്കും കൂടിയുണ്ട്. നമുക്കിവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഡർ ബ്ലോക്കും കൂടി കാണാൻ പറ്റും. കണ്ടോ, കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ബിഫോർ ആൻഡ് അപ്പ് മൂവ്. അതാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. അത് നമുക്ക് മനസ്സിലായില്ലേ? ആൻഡ് ദെൻ നമുക്ക് എന്താണ് ഇല്ലാത്തത്? 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മളോട് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു FVG ഇല്ല. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു FVG ഇല്ല. നമുക്ക് FVGയിൽ വേണ്ട നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ FVG ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് FVG കാണാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ താഴെയുള്ള ടൈം ഫ്രെയിം, അതായത് 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് FVG കാണാൻ പറ്റുന്നുണ്ട് നോക്കിയേ. അതായത് കറക്റ്റായിട്ട് ഇവിടെ ഒരു FVG നമുക്ക് കാണാൻ പറ്റും. ആ ഒരു FVGയിലോട്ടാണ് മാർക്കറ്റ് വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്തുകൊണ്ടാണ് മേലോട്ട് റിയാക്റ്റ് ആയില്ല എന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ലേ? അതായത് ഇവിടെ ഒരു ലിക്വിഡിറ്റിയും ഉണ്ട്, ആ ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ FVG ഉണ്ട്. ആ ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ FVGയിലോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലോട്ട് പോയിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു FVGയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്ത ഉടനെ നമ്മുടെ എൻട്രി നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മളെ FVG നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? അതായത് ഈ ഒരു സ്വിംഗ് ലോൻ്റെ അടിയിൽ കൊണ്ട് നമ്മുടെ FVG കൊണ്ടുവയ്ക്കും. ആൻഡ് നമ്മുടെ ടാർഗറ്റ് എവിടെ കൊണ്ടുവയ്ക്കും? ആ ഒരു 4 അവർ ടൈം ഫ്രെയിമിലെ ആ ഒരു ഹൈ, അതാണ് നമ്മുടെ ടാർഗറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് ശേഷം എന്താ സംഭവിച്ചിരിക്കണം നോക്കിയേ, മാർക്കറ്റ് സ്ട്രേറ്റ് ഗോ ടു അവർ TP. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ FVG ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ എല്ലാ FVG നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എല്ലാ FVG മാർക്കറ്റിൽ വർക്ക് ആവണം എന്നില്ല. അതെന്തുകൊണ്ടാണ് എല്ലാ FVG മാർക്കറ്റിൽ വർക്ക് ആവാത്തത്? മാർക്കറ്റിൽ എല്ലാവിടെയും FVGs ഉണ്ട്. അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ FVG എല്ലാവിടെയും ഉണ്ടാവും. പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള FVG പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഫോം ആയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു FVG ഹൈ പ്രോബിലിറ്റി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ആ ഒരു FVGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്താണ് മാർക്കറ്റ് FVG ടാപ്പ് ചെയ്തിട്ട് റിയാക്റ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അനലൈസ് ഇല്ലാണ്ട്, ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ വ്യൂ ഇല്ലാണ്ട്, ഒരു ലോ ടൈം ഫ്രെയിമിൽ ഒരു FVG മാർക്കറ്റ് ടാപ്പ് ചെയ്ത് റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഒരു 4 അവർ ടൈം ഫ്രെയിമിൻ്റെ FVG ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എൻട്രി എടുക്കുകയാണോ ചെയ്തത്? അല്ല. ആ ഒരു 4 അവർ ടൈം ഫ്രെയിമിൻ്റെ FVG ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാവണം, നമ്മൾ കൊണ്ടുവന്നു. ആ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ് മാർക്കറ്റിൽ തന്നു. ആൻഡ് ദെൻ ആ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്, ആ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ഓർഡർ ബ്ലോക്കും ഉണ്ട്, 3 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ FVG ഉണ്ട്. ആ ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ FVG മാർക്കറ്റ് ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു. ആൻഡ് ദെൻ മാർക്കറ്റ് സ്ട്രേറ്റ് ടു അവർ TP. അങ്ങനെ വേണം നമ്മൾ എൻട്രി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള എൻട്രീസ് എടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ FVG എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു ലോ ടൈം ഫ്രെയിം മാത്രം അനലൈസ് ചെയ്തതിന് ശേഷം നമ്മളൊരു FVG മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ FVG എപ്പോഴും വർക്ക് ആവണമെന്നില്ല. അത് ചില സാഹചര്യത്തിൽ സംഭവിക്കാം. അതായത് മാർക്കറ്റ് ഒരു ഹെവി ബുള്ളിഷ് മൂവ്മെൻറ്റ് ഓർ ബിയറിഷ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം അങ്ങനെ എടുക്കാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ ആ ഒരു സംഭവം ഫെയിൽ ആവുകയാണ് ചെയ്യുക. ഓക്കെ, എൻ്റെ വീഡിയോ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.